ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയൊക്കെ ആയിട്ട് തിയേറ്ററിലോട്ട് ഏറ്റവും പുതിയ മലയാള സിനിമയുടെ എല്ലാം തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്നലത്തെ ശനിയാഴ്ച ദിവസമായിട്ടുള്ള ഇന്നത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ആഴ്ച തിയേറ്ററിലോട്ടെത്തിയ ഒന്നാമത്തെ ചിത്രമായിരുന്നു മാത്യു തോമസ് കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ രൗദ്രി എന്ന് പറയുന്ന സിനിമ. പൂർണ്ണമായിട്ടും 3D അണിയിച്ചൊരുക്കിയ ചിത്രത്തിൽ ഒരു അനിമേഷൻ ഈച്ചയാണ് നായികയായിട്ട് എത്തുന്നത്. എന്തൊക്കെയാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥാപശ്ചാത്തലമായിട്ട് എത്തിയ ചിത്രം അണിയിച്ചൊരുക്കിയിട്ടുണ്ടായത് ദിലീഷ് കരുണാകരനായിരുന്നു. ഈ വെള്ളിയാഴ്ച തിയേറ്ററിലോട്ടെത്തിയ ചിത്രത്തിന് അത്യാവശ്യം മികച്ച റെസ്പോൺസ് നേടിയെടുക്കാൻ സാധിച്ചെങ്കിലും ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല. ഇന്നലെ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ ഏകദേശം 14 ലക്ഷം രൂപയോളം മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പിന് നേരിയ ഒരു കളക്ഷൻ സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ട്. 7 ലക്ഷം രൂപയോളം ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പും കളക്ട് ചെയ്തിട്ടുണ്ട്. ചിത്രത്തിന്റെ മലയാളം തെലുങ്ക് പതിപ്പുകളിൽ നിന്നായിട്ട് രണ്ട് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 68 ലക്ഷം രൂപയോളം ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ തിയേറ്ററിലോട്ടെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു സംശയം എന്ന് പറയുന്ന സിനിമ. ഷറഫുദ്ദീന്, വിനയ് ഫോർട്ട് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തിന്റെ ചിത്രം രജീഷ് രവിയായിരുന്നു ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങളൊന്നും സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല. ചിത്രത്തിന് രണ്ടാം ദിനം കേരള ബോക്സ് ഓഫീസിൽ 10 ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. 2 ദിവസത്തെ ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 24 ലക്ഷം രൂപയാണ് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ വിജയമാകുമോ പരാജയമാകുമോ എന്ന് കണ്ടുകഴിഞ്ഞറിയാം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലോട്ടെത്തിയ ചിത്രമായിരുന്നു ആസിഫിലി കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ സർക്കിട്ട് എന്ന് പറയുന്ന സിനിമ. ആസിഫിലി, ദിവ്യപ്രഭ, ഓർഹൻ ഹൈദർ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി തമർ കെ വി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രം മെയ് മാസം 8-ാം തീയതിയായിരുന്നു തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടായത്. രണ്ടാം ഭാഗത്തോട്ട് കടന്ന ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ വലിയൊരു കളക്ഷനിലുള്ള ഇടിവ് കാണാൻ സാധിക്കുന്നുണ്ട്. ചിത്രത്തിന് തുടർച്ചയായിട്ടുള്ള 10-ാം ദിവസമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിന് 6 ലക്ഷം രൂപയോളം മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിന് ഞായറാഴ്ച ആയിട്ടുള്ള ഇന്ന് മികച്ച കളക്ഷൻ കണ്ടെത്താൻ സാധിക്കുമെന്ന് കണ്ടുതന്നെയറിയാം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലോട്ടെത്തിയ മറ്റൊരു ചിത്രമാണ് ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കി മുന്നേറുന്ന പടക്കളം എന്ന് പറയുന്ന സിനിമ. ഷറഫുദ്ദീൻ, സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയവരാണ് ഈ ഒരു സിനിമയെ കേന്ദ്ര കഥാപാത്രത്തിൽ എത്തിയിട്ടുള്ളത്. മികച്ച ഒരു കോമഡി എന്റർടൈനർ ആയിട്ട് ചിത്രം മാറിയിട്ടുണ്ട്. ഷറഫുദ്ദീനും സുരാജ് വെഞ്ഞാറമൂടും ഒപ്പം തന്നെ നിരഞ്ജന അനൂപ്, സന്ദീപ് പ്രതാപ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തിൽ എത്തിയ ചിത്രം മനു സ്വരാജ് ആയിരുന്നു ഡയറക്ട് ചെയ്തിട്ടുണ്ടായത്. ചിത്രത്തിന് തുടർച്ചയായിട്ടുള്ള 10-ാം ദിവസം കേരള ബോക്സ് ഓഫീസിലും ഏകദേശം 55 ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചിത്രത്തിൽ ഇന്നലത്തെ മാത്രം വേൾഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം 97 ലക്ഷം രൂപയോളം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ചിത്രം വലിയൊരു വിജയത്തോട്ട് മുന്നേറുന്ന ഒരു കാഴ്ച നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലോട്ടെത്തിയ മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ ദിലീപേട്ടൻ കേന്ദ്ര കഥാപാത്രത്തെത്തിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമയാണ്. ദിലീപേട്ടൻ, ധ്യാൻ ശ്രീനിവാസൻ, ജോണി ആന്റണി, സിദ്ദിഖ്, ബിന്ദു പണിക്കർ, ഉർവശി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ബിന്ദു സ്റ്റീഫൻ അണിയിച്ചൊരുക്കിയ ചിത്രം മെയ് മാസം 9-ാം തീയതിയായിരുന്നു തിയേറ്ററിലോട്ട് എത്തിയിട്ടുള്ളത്. ചിത്രത്തിന് ഒരുപാട് ഡീഗ്രേഡിംഗ് നേരിട്ടെങ്കിലും അതിനെല്ലാം അതിജീവിച്ച് രണ്ടാം ഭാഗത്തിന് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ചിത്രത്തിന് തുടർച്ചയായിട്ടുള്ള 9-ാം ദിവസമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ 88 ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യനായിട്ട് 40 ലക്ഷം രൂപയും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ ഇന്നലത്തെ മാത്രം കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 1,22 ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ ഇന്നലത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. ചിത്രം കേരള ബോക്സ് ഓഫീസിന് 9 കോടി പിന്നിട്ടപ്പോൾ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായിട്ട് 11,73 ലക്ഷം രൂപ സ്വന്തം വലിയൊരു വിജയത്തിലോട്ട് മുന്നേറുന്നുണ്ട്. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങളിൽ വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി. അതോടൊപ്പം തന്നെ ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ നമ്പർ 1 ആയിട്ട് തുടരുന്ന ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ഒരേ ഒരു ആൻസർ മാത്രമേ ഉള്ളൂ, തുടരും എന്ന് പറയുന്ന ലാലേട്ടൻ ചിത്രം. വലിയൊരു കളക്ഷൻ തന്നെയാണ് ചിത്രം ഓരോ ദിവസവും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. 4-ാം ഭാഗത്തിലോട്ട് കടന്ന ചിത്രത്തിന് 23-ാം ദിവസമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ മാത്രം 1,80 ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേസമയം ചിത്രത്തിന് വേൾഡ് ബോക്സ് ഓഫീസിനായിട്ട് ആദ്യ 23 ദിവസങ്ങൾ പിന്നീട് 217 കോടി രൂപ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ കേരള ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം 106,80 ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. ലാലേട്ടൻ, ശോഭന തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി തരുൺമൂർത്തി അണിയിച്ചൊരുക്കിയ ചിത്രത്തിന് 4-ാം വാരത്തിലും വലിയൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുമ്പോൾ ചിത്രം പല റെക്കോർഡും തിരുത്തിക്കുറിച്ച് മുന്നേറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കാത്തിരിക്കുക ഈ ഒരു ചിത്രങ്ങളുടെ എല്ലാം തന്നെ ഞായറാഴ്ച ദിവസമായിട്ടുള്ള ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടുകളൊക്കെ. അപ്പോൾ ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയൊക്കെ ആയിട്ട് തിയേറ്ററിലോട്ടെത്തിയ ചിത്രങ്ങളിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രമായിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.